എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ് ഭയങ്കര ഒരു വില്ലനായിട്ട് മാറുക റിലേഷൻഷിപ്പില്? ഒന്ന്, നമ്മുടെ കയ്യിലുള്ളത് ഒരിക്കലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആവില്ല. നമ്മളുടെ ഓപ്പോസിറ്റിലുള്ളത് ആരാണോ ആ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതിനേക്കാളും അല്ലെങ്കിൽ അവർക്ക് തരാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്തായിരിക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, എന്റെ എക്സ്പെക്ടേഷൻ സ്കെയിൽ ഞാൻ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരിക്കലും അത് മീറ്റ് ചെയ്യൂല. ഇപ്പോ 10 dirhams മാത്രം തരാൻ പറ്റുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എപ്പോഴും 20 അല്ലെങ്കിൽ ഒരു 50 അല്ലെങ്കിൽ ഒരു 100 ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് എത്തൂല. അത് എത്താതിരിക്കുമ്പോൾ എന്താണ്, എനിക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പൊ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അപ്പൊ അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ. ബാക്കി എന്താണ്, നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെന്റില് അതേപോലെ ചിലപ്പോൾ ഫിനാൻഷ്യൽ നീഡിൽ തന്നെ ഉണ്ടാകാം. പിന്നെ എന്തിലൊക്കെയാണ് വരിക, നമ്മുടെ എക്സ്പെക്ടേഷൻസ്. ഇപ്പം മക്കളെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രായമായി മാതാപിതാക്കളെ കുറിച്ച് ഏജ് ഒക്കെ ആയി കഴിഞ്ഞാലും അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടണം എന്നുള്ള അമിതമായ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ചിലർക്ക്. അമിതമായി എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അങ്ങനെ കണക്കൊന്നുമില്ല, എന്നാൽ പോലും പല കാര്യങ്ങളിലും നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ വെക്കുന്ന ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അത് അവർക്ക് നമുക്ക് തരാൻ കഴിയുന്നതിൽ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ ഒരു പക്ഷേ അതിലപ്പുറം നമുക്ക് തരാൻ അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് ചില സമയത്ത് നമ്മളുടെ നീഡ്സ് ആകാം, ബേസിക് നീഡ്സ് തന്നെ ആവാം, നമ്മളുടെ ബേസിക് നീഡ്സ് തന്നെ ആവാം. അപ്പൊ അത് തരാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് റിയലിസ്റ്റിക് അല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് എത്താൻ പറ്റുന്നതല്ല. അപ്പൊ നമ്മൾ എവിടെയാണ് ആൾട്ടർ ചെയ്യേണ്ടത്, എന്റെ എക്സ്പെക്ടേഷൻ ഞാനങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ പിന്നെ സമാധാനമായി. അല്ലെങ്കിൽ അപ്പുറത്തുള്ള സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്ക് സമാധാനം ഉണ്ടാവും. പിന്നീട് അത് വെച്ച് നമ്മൾ ആ ഒരു വ്യക്തികളുമായിട്ട് കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നതിന് എപ്പോഴും അതില്ല അല്ലെങ്കിൽ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയിലേക്ക് നമ്മൾ കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നതിന് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അപ്പൊ അത് പലപ്പോഴും നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ നീഡ് തന്നെ ആയിരിക്കും, ബേസിക് ആയിട്ടുള്ള നീഡ് ആയിരിക്കാം. ചില സമയത്ത് ഇതൊന്നിട്ട് നമ്മുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല. ഇനി വേറെ ഒരു സാഹചര്യം ആണെങ്കിൽ അപ്പുറത്ത് അത് തരാനും ഇതിനൊക്കെ കഴിയും, അവിടെ ഉണ്ട് എല്ലാതും. പക്ഷെ എന്തില്ല, നമുക്ക് അത് അവരിങ്ങോട്ടേക്ക് തരാൻ സന്നദ്ധരല്ല, അതിനവർ റെഡിയല്ല. അങ്ങനെയുള്ള സമയത്തും നന്നായിട്ട് നമ്മൾ എന്താണ്, ഓക്കെ കുറച്ച് ടൈം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടി വരാം, അല്ലെങ്കിൽ കുറച്ച് സ്നേഹമുള്ള വാക്കുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇമോഷണൽ ഇന്റിമസി അല്ലെങ്കിൽ ഫിസിക്കൽ ഇന്റിമസി ഇതിനൊക്കെ അപ്പുറത്തുനിന്ന് ആരാണെങ്കിലും അവര് വിശക്ക് കാണിക്കും, അവരുടെ അടുത്തുണ്ട്, ഇങ്ങോട്ടേക്ക് തരാൻ കഴിയും, പക്ഷെ എന്തില്ല, തരുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അപ്പൊ അതൊന്നും അവിടെ ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ അവരുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ പോസിറ്റീവായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ബ്ലെയിം ഫ്രെയിമിലായിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ കിട്ടില്ല. ഇനി അതെല്ലാം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് പരിഹരിക്കപ്പെടാം, കോൺഫ്ലിക്റ്റിലേക്ക് പോകാൻ. ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അത് തരാൻ എന്താണെങ്കിലും യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടാവില്ല. അപ്പോഴെന്ത് ചെയ്യാം, നമുക്ക് ചില ചേഞ്ചസ്, ആൾട്രേഷൻസ് വരുത്താം. എന്റെ ഉള്ളിൽ ആൾട്രേഷൻസ് വരുത്തിക്കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഒന്നും പോകാതെ ഒരു സമാധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് മാനേജ് ചെയ്യാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും ചിലപ്പോൾ, എന്തായാലും എനിക്കത് ആ എല്ലാ എക്സ്പെക്ടേഷൻസും എല്ലാ ആഗ്രഹങ്ങളും അപ്പൊ ഞാനത് കോംപ്രമൈസ് ചെയ്യണോ, എല്ലാതും ഒഴിവാക്കണം, എല്ലാതും മാറ്റണോ, അപ്പൊ പിന്നെ എനിക്ക് എന്ത് വാല്യൂ ആണുള്ളത് എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ അവിടെ വാട്ട് ഈസ് ഇൻ മൈ കൺട്രോൾ, എന്റെ കൺട്രോളിലുള്ളത് എന്താണ്, എന്റെ കൺട്രോളിൽ ഇല്ലാത്തത് എന്താണെന്നുള്ളത് ഞാൻ എന്ത് കാര്യത്തിൽ ഒരു എക്സ്പെക്ടേഷൻ വെക്കുമ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം കേട്ടോ. എന്ത് കാര്യത്തിലും ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രതീക്ഷ, എന്ത് കാര്യത്തിൽ നമ്മളൊരു പ്രതീക്ഷ വെക്കുമ്പോൾ അതിൽ എന്റെ കൺട്രോളിലുള്ളത് എന്താണ്, എന്റെ കൺട്രോൾ ഇല്ലാത്തത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലാക്കാതെ എന്റെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെ ആയിരിക്കാം, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാനത് കലാകാലം സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് അതിനെ മാറ്റി എനിക്ക് മറ്റെന്തിലേക്ക് തന്നെ എന്റെ എന്താണ് നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനൊക്കെ നമുക്ക് മാറ്റുന്നതല്ലേ നല്ലത്. അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇനി ഞാനൊരു 2 മിനിറ്റ് ടൈം തരാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് ഈ ഒരു മീറ്റിംഗ് യുവർ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ഒരു റോളാണ് ഇപ്പോൾ, എനി ചാലഞ്ചിങ് റോള് ഏതെങ്കിലും ഏരിയയിൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു സെൽഫ് റിഫ്ലക്ട് ചെയ്താൽ മാത്രം മതി. ഏതെങ്കിലും ഏരിയയിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാലഞ്ചിങ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് you can close your eyes and just think about expectations. ആരിൽ നിന്നും ആവാം, റിലേഷൻഷിപ്പില് മക്കളിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നാവാം, പാരന്റ്സിൽ നിന്നുള്ളതാവാം. പാരന്റ്സിൽ നിന്നൊക്കെയുള്ള എക്സ്പെക്ടേഷൻസ് പലപ്പോഴും പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും. അതുപോലെ ലൈഫ് പാർട്ണറുടെ അടുത്ത് നിന്നുള്ളതാവാം, സിബ്ലിങ്സിന്റെ അടുത്ത് നിന്നാവാം. അത് എനി ചാലഞ്ചിങ് റോൾ, നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു റോളിലുള്ള എന്തെങ്കിലും എക്സ്പെക്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അവിടെ ഇപ്പൊ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺട്രോളിലുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണോ എന്നുള്ളത്. ഇപ്പൊ മറ്റൊരാളിൽ നിന്നാകുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളിലല്ല അല്ലെ, അത് മറ്റുള്ളവരുടെ കൺട്രോൾ, അവരുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് കിട്ടണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇനി ചാലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റും
അതോടൊപ്പം തന്നെ അത് ആ വ്യക്തികളുമായിട്ടും ഒരു കോൺഫ്ലിക്ട്. ചിലത് എന്താണ് നമ്മളെ വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യൂല, അപ്പൊ നമ്മളുടെ ഉള്ളിൽ മാത്രം ഉള്ളിലുള്ള ഒരു സ്ട്രെസ് ആയിട്ട് മാറും. ചിലത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു ബ്ലെയിം ഫ്രെയിമിൽ അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ആ പേഴ്സണുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് അത് മാറും. അവിടെ നിങ്ങൾക്ക് ഒരു എംപത്തറ്റിക് സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ പേഴ്സണെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആൾട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ ആണ്, ആ ഓപ്പോസിറ്റ് ആരാണോ റിലേഷൻഷിപ്പിലുള്ളത് ആ വ്യക്തിയെ എംപത്തറ്റിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി നോക്കി കണ്ടു അറിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ അതിലൊരു ആൾട്രേഷൻ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് എസ് ഓർ നോ എന്നൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കത് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ് ഇല്ലെങ്കിൽ നോ, പിന്നീട് നിങ്ങൾക്ക് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ, ചെറിയൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എസ് ഓർ നോ ടൈപ്പ് ചെയ്യോ. പിന്നീട് നിങ്ങൾ ടൈം എടുത്ത് നിങ്ങൾ അത് ചെയ്യുക. കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ കോൺഫ്ലിക്റ്റും അതേപോലെ തന്നെ എക്സ്റ്റേണൽ നമ്മളെ പേഴ്സണൽ റിലേഷൻഷിപ്പിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയൊരു വില്ലനാണ് ഈ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. പലപ്പോഴും എനിക്ക് അതിന് ഓക്കെ മാഷാല്ലാ കുറെ എസ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പെക്ടേഷൻസ് അതിനെക്കുറിച്ചൊരു ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ മാഷാല്ലാ, നോ എന്നുള്ളവർ ഒന്നും കൂടി ഇരുന്നിട്ട് അതൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് അതിന്റെ ഒരു കോസസ് നമ്മുടെ എന്റെ എക്സ്പെക്ടേഷൻസിനാണ് എന്നുള്ളത് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. മറ്റുള്ള അവരൊന്നും ചെയ്യണില്ലല്ലോ എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് എന്നിട്ടാണ് ഉള്ളിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ കോഴ്സുകളൊക്കെ ചെയ്യുന്നു, ഒരുപാട് കോഴ്സുകൾ ഞാൻ ചെയ്യുന്നു. പിന്നെ അതേപോലെ മീൻസ് ഞാൻ പഠിക്കുന്നു, അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഞാൻ ചെയ്യുന്നു, എന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ഇപ്പൊ എന്റെ ഒരു കമ്പനി, സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി, അങ്ങനെ ആ കമ്പനിയുടെ പിന്നാലെയാണ് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പിന്നാലെ. അപ്പൊ ഇതൊക്കെ എന്റെ കൂടെയുള്ള ഒരാളുണ്ട്, അല്ലെ, എന്റെ ലൈഫ് പാർട്ണർ ഉണ്ട്. അപ്പൊ ലൈഫ് പാർട്ണറോട് ഇതിനെ കുറിച്ചൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, എല്ലാതും ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാല്യൂ ഉള്ള ഒരു സംഭവമല്ല. ഈ ട്രെയിനിങ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉള്ള ഒരു സംഭവമല്ല. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഏത് കോഴ്സിന് ചേരുകയാണെങ്കിലും ചെയ്താലും പഠിച്ചാലും ക്ലാസ് ഉണ്ടെങ്കിലൊക്കെ പലപ്പോഴും ചിരിക്കും. ഒരു തമാശയാണ്, അത്രേ ഉള്ളൂ. അവർക്ക് അതൊരു തമാശയാണ്, ഇതിലൊക്കെ ഇപ്പൊ എന്താണ് എന്നുള്ളൊരു തമാശയാണ്. അപ്പോ പിന്നെ വളരെ സീരിയസ് ആയിട്ട് ചിലപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ഒന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ഓക്കെ അതൊന്ന് സപ്പോർട്ട് ചെയ്യണം, അതിനെക്കുറിച്ച് ചോദിക്കണം, പറയണം, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ നമുക്ക് അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അതെല്ലാതും ചെയ്തു തരും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ്, ഭയങ്കരമായിട്ട് അതിൽ സപ്പോർട്ട് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നതിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചോ. ആ ഒരു എക്സ്പെക്ടേഷൻ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ വാല്യൂ ആയിട്ട് എന്തില്ല, അല്ലെങ്കിൽ ചെയ്യില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര ഒരു കാര്യമുള്ള കാര്യമില്ല. അവരുടെ ഒരു അതിനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പൊ എന്താണ്, അപ്പൊ അത് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ ഈ ഒരു എക്സ്പെക്ടേഷനെ ഇല്ലാതാക്കും. ആ വ്യക്തി ആസ് ഇറ്റ് ഈസ് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്റെ വാല്യൂ അറിയൂല, അവരതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് അവർ പിന്നെ എഫക്ട് ചെയ്തിട്ടില്ല, അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, ഇതിനെ ഒരു മൈൻഡ് ആക്കണില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നതോട് കൂടി നമ്മൾ എത്ര സീരിയസ് ആയിട്ട് അങ്ങനെ പറയും, വിവരങ്ങളൊക്കെ അങ്ങനെ പറയും, പക്ഷെ അത് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, കേട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ആ വ്യക്തിയെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഉൾക്കൊള്ളണം. അപ്പൊ അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്താണ്, അങ്ങനെ നമ്മൾ അങ്ങ് ഉൾക്കൊള്ളുമ്പോൾ പിന്നെ അവിടെ ഉള്ളിൽ ഇന്റേണലി നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് വരില്ല. എന്ത് പറഞ്ഞിട്ടും വിഷയമാക്കണില്ലല്ലോ, അങ്ങനെ അവിടെ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഞാൻ ചെയ്യാം. ആ വ്യക്തിയിൽ നിന്ന് എന്റെ സപ്പോർട്ടാണ് കിട്ടുന്നത്, അത് എടുക്കുക. ബാക്കിയുള്ളത് വേണ്ട, എക്സ്പെക്ട് ചെയ്യണില്ല, അത് ഔട്ട് ഓഫ് മൈ കൺട്രോൾ ആണ്. അപ്പൊ ഇതേപോലെ നമുക്ക് വളരെയധികം എന്നാലും അങ്ങനെ പറ്റും, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ പോലും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില നീഡുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവിടെ നമ്മളെ റിലേഷൻഷിപ്പ് ഏതാണെങ്കിലും ഇപ്പം നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കൂടെയുള്ള വ്യക്തികളാണെങ്കിലും പ്രത്യേകിച്ച്, അപ്പൊ എന്താണ്, നമ്മൾ അവിടെ ഒരു ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉള്ളത് കൊണ്ട് പോലും നമുക്കൊരു സമാധാനം സന്തോഷം ഉണ്ടാവില്ല. പിന്നെ എന്താ, പിന്നെ ലൈഫിന് എന്തൊരു അർത്ഥമുള്ളത്. അപ്പൊ അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് നമ്മുടെ ലൈഫിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കൂടെ ആ വ്യക്തികളുമായിട്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ഡീപ്പായിട്ട് നിങ്ങൾ അതൊന്ന് മാന്തി എടുത്ത് നോക്കണം, ഏതൊക്കെ എക്സ്പെക്ടേഷൻസ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അല്ല എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യാം, ഔട്ട് ഓഫ് മൈ കൺട്രോൾ. അപ്പൊ അതെനിക്ക് വേണ്ടേ, ചിലത് നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും നീഡ് ആയിരിക്കും, അപ്പൊ അതെനിക്ക് വേണ്ടേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലത് വേണ്ടാന്ന് വെച്ചാലായിരിക്കും സമാധാനം കിട്ടുക. ആ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ് ആണെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കാം. ഒരുപാട് സംശയങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും, നമുക്ക് ക്ലിയർ ചെയ്യാം ഇൻഷാ അല്ലാ. അതിന്റെ മുന്നേ ഒരു ടോപ്പിക്കിലൂടെ നമുക്കിന്ന് പോകാനുണ്ട്, ഐഡന്റിഫൈങ് ചാലഞ്ചിങ് പാറ്റേൺസ്.